ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭി പറയാണ്, അനിയനെ ഒരുപാട് തകർക്കാൻ നോക്കി, എന്നിട്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവനെ MD ആയിട്ടിരുന്നു. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു നവ്യ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യാണെങ്കിൽ അതെല്ലാം തീർന്നല്ലോ അഭി, ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പം നിനക്ക് നല്ലൊരു പൊസിഷൻ കിട്ടിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിനും കാരണം നീ തന്നെയാ, എൻ്റെ ഭാര്യ നവ്യ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിക്കുമ്പോഴും അഭിയുടെ മനസ്സിൽ മാളവിക മാളവിക എന്നുള്ളൊരു ചിന്തയാണ്. മാളവിക കൊള്ളാം, അവളെ ഒന്ന് വലയിട്ട് പിടിക്കണം എന്നാണ് അഭിയുടെ മനസ്സിലെ ചിന്ത. പക്ഷേ നവ്യക്കാണെങ്കിൽ ആ ഒരു ടെൻഷൻ, ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള ടെൻഷൻ. അങ്ങനെ അഭിയെ തള്ളി മാറ്റിയിട്ട് എന്താ കാണിക്കുന്നത്, അതെന്താ നവ്യ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഒരു ഓഫീസാണ്, ഇവിടെ ക്യാമറകളൊക്കെ ഉണ്ട്, അതിലെ വിട്ട പ്രവൃത്തികളൊന്നും വേണ്ട, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ എന്നാൽ അഭിക്ക് ഒരു കൂസലുമില്ല. അഭിയാണെങ്കിൽ മാളവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. അവൾ ഏതായാലും ഈ കമ്പനിയിൽ നല്ലൊരു ഇത് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അവൾ കാരണമാണ് കമ്പനിയുടെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് ഡേവിഡ് സാർ പറഞ്ഞത് കേട്ടില്ലേ, അവൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം, അവളെ നല്ല മിടുക്കി തന്നെയാണ്, കുറേ നാളായി ഇത്രയും സുന്ദരിയായതും ടാലൻറ്റുമായ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇവിടെ വളക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം എന്നാണ് അബിയുടെ മനസ്സിലെ ചിന്ത. അങ്ങനെ അഭിയാണെങ്കിൽ മാളവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മാളവിയാണെങ്കിൽ അപ്പോൾ ഒരു ഡിസൈൻ ഇങ്ങനെ ഒന്ന് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അഭി അങ്ങോട്ട് ചെല്ലുന്നത്. ആഹാ, മാളവി ഇവിടെ നല്ല വരയാണല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ സാറേ, നോക്കി സാറേ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അടിപൊളി, മാളവി ഇത്രയും നന്നായിട്ട് ഡിസൈനൊക്കെ വരക്കുന്നത് കൊണ്ടാണല്ലോ ഡേവിഡ് സാർ ഇങ്ങനെ പൊക്കി പിടിച്ച് വെച്ചിരിക്കുന്നത്, ഈ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് കാരണവും മാളവിക്ക് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ എനിക്കൊരു ഏട്ടത്തിയുണ്ട്, നയന ഏട്ടത്തിക്കാണെങ്കിൽ ഭയങ്കര ജാടയാ. മൂർത്തീസ് കമ്പനി ഉയരങ്ങളിലേക്ക് പോകാനുള്ള കാരണം നയന ഏട്ടത്തിയാണ്, നയന ഏട്ടത്തിയുടെ ഡിസൈനാണ് എന്നൊക്കെ അവർ പറഞ്ഞ് ഒരുപാട് അഹങ്കരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത്ര വലിയ രസമൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം ഏതായാലും മാളവികയുടെ ഡിസൈൻ പുറത്തിറങ്ങിയത് കൊണ്ടേ നയനയുടെ അഹങ്കാരമൊക്കെ കുറച്ച് കുറയും, അവളൊന്ന് അഹങ്കാരം ഒന്ന് കുറയട്ടേന്നേ. ഇത് കേട്ട മാളവികയ്ക്ക് ചിരി വരികയാണ്. മാളവിക ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, എടാ പൊട്ടാ, നിന്റെ ഏട്ടത്തിൻ്റെ ഡിസൈൻ തന്നെയാടാ ഇത്, ഞാൻ വെറും കാഴ്ചക്കാരിയായിട്ട് മാത്രം ഇവിടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഈ മാളവിക ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. മാളവികയെ ഏതായാലും മാളവിക നല്ല അടിപൊളി ഡിസൈനൊക്കെ വരച്ചല്ലേ, എത്ര കഴിവുകളാണ് മാളവിക എല്ലാവരുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നവ്യ വരുന്നത്. അപ്പം നവ്യ ഒരു കാഴ്ച കാണുക, എന്നിട്ട് നവ്യ അവിടെ തന്നെ നിൽക്കുന്നത് ഇവരെന്താ പറയുന്നറിയാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ അഭയാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് 2 ചോക്ലേറ്റ് എടുത്തിട്ട് നേരെ ഈ മാളവിക നേരെ നീട്ടുകയാണ്. ഇതെന്താ സാറേ, എന്താ മനസ്സിലായില്ലേ, ഇത് ചോക്ലേറ്റ്. മാളവികയെ എല്ലാവരും നന്നായിട്ട് പ്രശംസിച്ചല്ലേ, ഞാനിവിടെ GM ആയി എത്തിയപ്പോഴേക്കും ഇവിടെ കേക്ക് മുറിയും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ടാലൻറ്റഡ് ആയുള്ള മാളവികയ്ക്ക് എന്തെങ്കിലും ഒന്ന് തരണ്ടേ, എന്നാലേ എനിക്ക് കുറച്ച് മനസ്സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാളവിക ഇത് പിടിക്കും, മാളവികയെ ഇതെൻ്റെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. പക്ഷേ നവ്യ അപ്പം മനസ്സ് ചിന്തിക്കുകയാണ്, അവൻ പണി തുടങ്ങിയല്ലേ, അവൻ്റെ താനീ സ്വഭാവമൊക്കെ പുറത്ത് വരികയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുക. അപ്പം മാളവികയാണെങ്കിൽ അവനെ വെറുതെ വെറുപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നും വിചാരിച്ച് ആ ചോക്ലേറ്റ് അങ്ങോട്ട് മാളവിക മേടിക്കുകയും ചെയ്യണം. അങ്ങനെ ഈ അഭിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. മാളവികയെ ഇനി ടെൻഷൻ അടിക്കണ്ട, ഞാനിവിടെ GM ആയി ഇരിക്കുന്നിടത്തോളം കാലം മാളവികയ്ക്ക് വേണ്ടുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും. അല്ല മാളവികയെ, മാളവികയ്ക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് 25 ആവുന്നതേ ഉള്ളൂ. അയ്യോ, 25 ആയോ, കണ്ടാ പറയില്ല കേട്ടോ, ഒരു 22 വയസ്സേ തോന്നിക്കുള്ളൂ. എടാ പൊട്ടാ, എനിക്ക് ശരിക്കും 30 വയസ്സായി എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ അഭി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല മാളവികയെ, എന്താ മാളവിക കല്യാണം കഴിക്കാത്തത്, കല്യാണക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? എൻ്റെ പൊന്നു സാറേ, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ 30 വയസ്സിന് ശേഷം അല്ലേ കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് 30 വയസ്സാവട്ടെ, അന്നേരം കല്യാണക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പം ഏതായാലും ചിന്തിക്കുന്നില്ല സാറേ എന്ന് പറയാണ്. മാളവിക പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഭയങ്കര ത്രില്ലോട് കൂടി തന്നെ പോകുന്നത്. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വരെയാണ് നമ്മുടെ അഭി ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത്
നമ്മുടെ നവ്യയുടെ കൂട്ടുകാരിയാണ്. അപ്പം നവ്യയുടെ കൂട്ടുകാരി ആ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് നവ്യ പാഞ്ഞ് അങ്ങോട്ട് വരുന്നത്. നവ്യ ആണെങ്കിൽ ടെൻഷൻ അടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അങ്ങനെ നവ്യ അങ്ങോട്ട് വന്നിട്ട് എന്തായടി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ നീ പറഞ്ഞ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ DNA ടെസ്റ്റിന് കൊടുക്കുമ്പോഴേ 2 ദിവസം പിടിക്കും റിസൾട്ട് കിട്ടാനായിട്ട്. പക്ഷേ നിനക്കെങ്ങനെയാ പിറ്റേ ദിവസം തന്നെ കിട്ടിയത്? അത് തന്നെ ആടി എനിക്ക് സംശയം തോന്നിയത്. ഡേവിഡ് സാറിൻ്റെ കയ്യിൽ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചു. പക്ഷേ പിറ്റേ ദിവസം തന്നെ എൻ്റെ കയ്യിലേക്ക് റിസൾട്ട് കിട്ടി. അതെങ്ങനെയാണെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അതുകൊണ്ടാണ് നിൻ്റെ കയ്യിലും കൂടി എനിക്ക് ആ ഒരു കോപ്പി തരാനായിട്ട് തോന്നിയത്. ഏതായാലും നന്നായല്ലോ. പിന്നെ നവ്യേ, ഞാനൊരു കാര്യം പറയട്ടെ നവ്യനോട്. നിൻ്റെ അമ്മയല്ലേ ഈ സത്യം നിന്നോട് തുറന്നു പറഞ്ഞത്? അഭിയുടെ മകളാണ് ചന്തുമോള്, ആദർശിൻ്റെ മകളല്ല എന്നൊക്കെ. അതെ, എൻ്റെ അമ്മ തന്നെയാ. പക്ഷേ അമ്മമാര് അങ്ങനെ മക്കളെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കോ? അങ്ങനെ കുടുംബം തകർക്കാനായിട്ട് നോക്കൂ? ഇല്ല, ഒരിക്കലും അമ്മമാരങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കൊണ്ടാണ് എനിക്ക് ടെൻഷൻ തോന്നിയത്. എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കില്ല. അതിലെന്തൊക്കെയോ സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് സംശയം തോന്നിയിട്ടാ ഞാനിപ്പം നിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ നീ കേട്ടോ, അമ്മ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാ. ഇത് കേട്ട നവ്യ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലായി പോവാ. അപ്പോൾ കൂട്ടുകാരി പറയണം, അതെ ചന്തുമോള് ഹബിയുടെ കുഞ്ഞാണ്, ആദർശിൻ്റെ കുഞ്ഞല്ല. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ തകർന്ന് തരിപ്പണമായി പോയൊരവസ്ഥ. കണ്ടില്ലേ, എന്നിട്ട് നിൻ്റെ കെട്ടിയോൻ ഗമ കളിച്ച് നടക്കുകയാണ്. ഒന്നും അറിയാത്ത രീതിയിലാണ് കളിച്ചെടുക്കുന്നത്. ഇതായാലും നിനക്കിപ്പോൾ സത്യാവസ്ഥ ബോധ്യമായല്ലോ. ഇത് കേട്ടാ നവ്യ എല്ലാം തലകുലുക്കി കേൾക്കുകയാണ്. എനിക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് ഞാൻ യഥാർത്ഥ സത്യത്തിലെത്തിയത്. എനിക്ക് ബോധ്യമായി. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ആ റിസൾട്ട് മേടിച്ചുകൊണ്ട് നേരെ കാറിൽ കയറി പോവാ. കാറിൽ കയറി പോയി നേരെ വീട്ടിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ പൂജാ റൂമിലേക്ക് കയറുക. പൂജാ റൂമിലേക്ക് കയറി അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്. എൻ്റെ ഭഗവാനെ, ഞാൻ യഥാർത്ഥ സത്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഹബിയായിരുന്നു ചന്തുമോളുടെ അച്ഛനല്ലേ? എന്നിട്ട് ആദർശേട്ടനാണല്ലോ, ആദർശേട്ടൻ എൻ്റെ നയനയാണല്ലോ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആയത്. ദൈവമേ, ഇനിയാണ് എൻ്റെ പ്രതികാരം തുടങ്ങാനായിട്ട് പോകുന്നത്. ഇനി അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നവ്യ നമ്മുടെ ചന്തുമോളെ കാണുകയാണ്. അപ്പോൾ ചന്തുമോളുടെ ആ ഇരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് ഭയങ്കര സഹതാപം തോന്നി. അപ്പോൾ കുഞ്ഞാണെങ്കിൽ നവ്യയെ കണ്ട് പേടിച്ചിങ്ങ് നിൽക്കുക. ഇനി എന്താണാവോ പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് കുഞ്ഞിനൊരു പിടിയില്ല. അപ്പോൾ നവ്യ ഇങ്ങനെ കുഞ്ഞിനെ തന്നെ നോക്കിയിട്ട് പാവം കുഞ്ഞ്, ഈ കുഞ്ഞിനെ തിരിഞ്ഞു പോലും അവൻ നോക്കുന്നില്ലല്ലോ. എന്നിട്ടും ആദർശേട്ടനും എൻ്റെ നയനയാണല്ലോ ഈ കുഞ്ഞിന് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ എടാ അഭി, ഇനി ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞടാ, വീടില്ലട ഞാൻ. അപ്പോൾ ഈ നവ്യ ഇങ്ങനെ നോക്കിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചും കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുക നവ്യയെ. അപ്പോൾ നവ്യ പറയണം, മോളെ നീ പേടിക്കണ്ട, ഇന്ന് കളിച്ചോട്ടോ, ഞാനൊന്നും പറയില്ല, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നേരെ റൂമിലേക്ക് കയറി പോവുകയാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ കരച്ചിലാണ്. ഇനി എനിക്ക് കരയേണ്ട സമയമല്ല, പ്രതികാരം വീട്ടേണ്ട സമയമാണ്. എൻ്റെ കുടുംബം തകർക്കായിരുന്നല്ലേ അവൻ. അവനെ വീടില്ല, ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചു. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഡേവിഡ് സാറ് എന്നോട് കള്ളം പറഞ്ഞത്? അതിലെന്തൊക്കെയോ പന്തികനുണ്ടല്ലോ. ആരാണ് ഈ ഡേവിഡ് സാറ്? എന്തിനാണ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവന് അവിടെ മാനേജറായിട്ട് ജോലി കൊടുത്തത്? ഇതിലെന്തൊക്കെയോ പന്തികളുണ്ടല്ലോ. ഇതാരാണ്, എന്താണ് എന്നൊക്കെ ഇനി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. എന്തുകൊണ്ടാണ് ഡേവിഡ് സാർ ഇങ്ങനൊരു കള്ളം പറഞ്ഞതെന്ന് എനിക്കറിയണമല്ലോ. അതും പിറ്റേ ദിവസം തന്നെ റിസൾട്ടും കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ചത് അയാൾക്ക് നല്ല പിടിപാടുള്ളതാണല്ലോ, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് എത്തിയത് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. DNA ടെസ്റ്റ് നടത്താൻ 2 ദിവസമെങ്കിലും വേണം. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ടെന്ന് നമ്മുടെ നവ്യക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും അതേപോലെ തന്നെ മാളവികയാണ്. അപ്പോൾ മാളവിക ഈ നബി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദർശിനോട് പറയുകയാണ്. ഏതായാലും അവൻ്റെ മുന്നിൽ ഇങ്ങനെ സോപ്പിട്ട് തന്നെ നിന്നോ, നീ കല്യാണം കഴിച്ചതാണെന്നൊന്നും പറയേണ്ട മാളവികയെ. കല്യാണം കഴിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഒന്നും പറയാതെ മാറിപ്പോ. കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും നിന്നെ പാട്ടിലാക്കാനായിട്ടേ നോക്കുള്ളൂ. അതുകൊണ്ട് അവനിൽ നിന്ന് വേണം ഇനി സത്യങ്ങൾ അറിയാനായിട്ട്. അവനിപ്പോൾ അവിടുത്തെ GM ആയിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ
അവൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ ഏകദേശം മനസ്സിലാകുക തന്നെ ചെയ്യും. അതൊക്കെ എനിക്കറിയാം സാറേ. ഞാനേ അവനെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അവനെ അങ്ങനെ വിടുന്ന മട്ടില്ല. പക്ഷേ വേറൊരു ന്യൂസും കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ഡേവിഡ് സാറിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്ന്. അയാൾ ഇടക്കിടക്ക് ഫോൺ വിളിക്കുന്നുണ്ടെന്നുള്ളൊരു മാളവിക ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ്. മാളവികയെ ഇനി അതിന് പിന്നിലായിരിക്കണം. ഇനിയിപ്പോൾ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി അബിയുടെ നാവിൽ നിന്നും കൂടി ചില കാര്യങ്ങളെല്ലാം നീ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഡബിൾ ഓക്കെ ആയി എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പിരിയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പോൾ നയനയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ഫോട്ടോ എടുത്ത കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ഇങ്ങനെ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ നയനയാണെങ്കിൽ മുത്തശ്ശിൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ വിളിക്കുക. അപ്പോൾ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് വീഡിയോ കോളാണല്ലോ, ഇത് നയനമോളാണല്ലോ വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ മുത്തശ്ശനോടെ കോൾ എടുക്കുന്നില്ല. അപ്പോഴാണ് മുത്തശ്ശി വരുന്നത്. മുത്തശ്ശി ചോദിക്കണം ആരാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതേ നയനമോളാ, വീഡിയോ കോളാ. എങ്കിൽ പിന്നെ എടുത്ത് സംസാരിക്കേ. അങ്ങനെ സംസാരിക്കാനാണെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ എടുത്തുവിടായിരുന്നില്ലേ, താൻ എടുക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ആ കോൾ എടുക്കുകയാണ്. നയനമോളെ, എന്താ നയനമോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാണ്. ചുമ്മാ വിളിച്ചാണോ? ചുമ്മാ വിളിച്ചതാ, സംസാരിക്കാൻ വേണ്ടി. മുത്തശ്ശൻ അവിടെയുണ്ടോ മുത്തശ്ശി? ഇവിടെ തന്നെ ഉണ്ടല്ലോ. എങ്കിൽ പിന്നെ മുത്തശ്ശൻ്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കാവോ? എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട മുത്തശ്ശനാണെങ്കിൽ എനിക്കൊന്നും ആരോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തിനാ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? ഇത് കേട്ടെന്നാ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. മോളെ, എന്ത് ചെയ്യാനാണ് മോളെ, ഈ ഇടയായിട്ട് ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. ശരി മുത്തശ്ശി, എങ്കിൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നയന ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഇദ്ദേഹം എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഭയങ്കര സങ്കടം തോന്നി നയനമോൾക്ക്. അതൊന്നും വേണ്ടായിരുന്നു കേട്ടോ. ഒന്ന് സംസാരിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകില്ലായിരുന്നല്ലോ. വേണ്ടടോ. എനിക്കപ്പോൾ സങ്കടം ഇല്ലെന്നാണ് വിചാരം. എനിക്കും എൻ്റെ നയനമോളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് വല്ലാതെ സങ്കടം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്നല്ലേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ഇവിടെ പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയെയും അതേപോലെ തന്നെ നന്ദുവിനെയാണ്. അപ്പം നന്ദു വന്ന് അനിയോട് പറയാണ്, അതെ അനി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഇന്ന് നവീനേട്ടനൊരു പാർട്ടിക്ക് വിളിച്ചിരിക്കുകയാണ്. പാർട്ടിക്കോ? എന്തിനാ പാർട്ടിക്കൊക്കെ വിളിക്കുന്നത്? ഇവനെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർട്ടിക്കൊക്കെ വിളിക്കുന്നത്? അത് പിന്നെ ഓരോ കേസ് ജയിക്കുമ്പോഴുമേ സന്തോഷം, അതുകൊണ്ടാണ് പാർട്ടിക്ക് വിളിക്കുന്നത്. അതിനെന്തിനാണ് അനി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ ടെൻഷനോ? എനിക്കെന്ത് ടെൻഷൻ? അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർട്ടിയൊക്കെ വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നവീനേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ്. നമ്മളെ സന്തോഷമല്ലേ, വിളിച്ചല്ലേ, അതുകൊണ്ട് പോവുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയാണ്. അവിടെ നവീൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ നിന്നെ തീരെ അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല. ഞാനെന്തിനാണ് അവരുടെ ഇഷ്ടം നോക്കുന്നത്? ഞാനെന്താ നവീനേട്ടൻ്റെ കാമുകിയാണോ? അല്ലെങ്കിൽ നവീനേട്ടൻ്റെ കൂടെ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലോ? പിന്നെ ഞാനെന്തിനാ അവരെ പേടിക്കുന്നത്? എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നൊരു പാർട്ടിക്ക് വിളിച്ചു, ഞാൻ കൂടെ പോകുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് ഒരേ ഒരു കാമുകനേ ഉള്ളൂ, അത് ഈ നിൽക്കുന്ന അനിയാണ്. പക്ഷേ ആ കാമുകനാണെങ്കിൽ തിരു മണ്ടനും. അതെ, കുഞ്ഞു പിള്ളേരെ പോലെയാണ് പ്രവർത്തിക്കുന്നതും കളിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അത് ശരി, അപ്പം ഞാൻ മണ്ടനായി, ഞാൻ കഴിവില്ലാത്തവനായല്ലേ? കൊള്ളാം. നവീനാണെങ്കിൽ വലിയ കഴിവുള്ളവൻ. എൻ്റെ പൊന്നനി, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. മൂർത്തീസ് കമ്പനിയുടെ MD അല്ലേ? ആ MDയെ കയറി മണ്ട എന്നൊക്കെ വിളിക്കാനായിട്ട് പറ്റുമോ അനി? ഒന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ? എനിക്ക് ആ കാര്യം ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. എല്ലാവരും പറയുകയാണ് ഞാൻ ഇരുന്നിട്ട് എല്ലാം തകർച്ചയിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ഇനിയിപ്പോൾ കഴിവില്ലാത്ത എന്നെ എന്തിനാണ് അവരവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതൊന്നും വേണ്ടായിരുന്നു നന്ദു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ ഇനിയിപ്പോൾ അധികം താമസിയാതെ തന്നെ മൂർത്തീസ് കമ്പനി ഉയരങ്ങളിലേക്ക് പോകും. അതിനു വേണ്ടിയുള്ള പങ്കപ്പാടാണല്ലോ ആദർശേട്ടൻ ചെയ്യുന്നതെന്നൊക്കെ പറയണം. അതൊക്കെ ഇരിക്കട്ടെ, നീ എന്താ പാർട്ടിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയ്യടാ, വിളിക്കാതെ സദ്യക്ക് ഞാനുണ്ടാനൊന്നും പറയാനൊന്നുമില്ല. എങ്കിലും ഞാനേ വിളിക്കാനായിട്ട് പറയാം നവീനേട്ടനോട്. അയ്യേ, അതൊന്നും വേണ്ട, നീ പോയിട്ട് വാ,
ഞാൻ ഏതായാലും വരുന്നില്ല. ശരി അനി, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു പോവാണ്. അനിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് കലി സഹിക്കാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സിഗേൻ. ബൈ ബൈ ബൈ.